അപ്പൂച്ചി ആ ഫോൺ എന്തേലും എനിക്ക് ഒരാളെ വിളിക്കാനോ? വിളിക്കാനല്ലേ? സോ ഇനി നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ ആര് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ എടുത്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. സോ ഇതിനായിട്ട് നിങ്ങൾ ഐഫോണിൽ സെറ്റിങ്സിൽ വന്നിട്ട് ആക്സസിബിലിറ്റി എന്ന് കാണാൻ പറ്റും. ആക്സസിബിലിറ്റിയിൽ നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഗൈഡഡ് ആക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഗൈഡഡ് ആക്സസ് ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കാണിക്കും, ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഷോർട്ട് കട്ട് ഓൺ ആക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും, when you triple click on the side button during guided access session, accessibility shortcut settings will be displayed. അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഏത് സ്ക്രീനിലാണോ ലോക്ക് ചെയ്തൊക്കെ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിയിട്ട് ഇതേപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് നിങ്ങളുടെ പവർ ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൈഡഡ് ആക്സസിൻ്റെ സ്ക്രീൻ വരും. എന്നിട്ട് അത് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സെഷൻ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് അതിൽ സൈഡ് ബട്ടൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്നുള്ളത് ഏതൊക്കെ ബട്ടൺസ് ആക്സസ് ചെയ്യാൻ പറ്റണം ഈ ഒരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ. സ്റ്റാർട്ട് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് റീ എൻറ്റർ ചെയ്യാൻ പറയും. പാസ്വേഡ് റീ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗൈഡഡ് ആക്സസിൻ്റെ സ്ക്രീനിലേക്ക് വരും. ഓക്കെ, അത് കഴിയുമ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. അത് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ കൈമാറാൻ പാടുള്ളൂ, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ നിന്ന് ഇതേപോലെ എവിടേക്ക് സ്ക്രോൾ ചെയ്യാൻ നോക്കിയാലും ആ സ്ക്രീനിൽ നിന്ന് പിന്നെ എങ്ങോട്ടും മാറില്ല. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറോ എന്തെടുക്കാൻ നോക്കിയാലും വരില്ല. ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഈ ഒരു ബട്ടൺ 3 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഐ ഡി ചോദിക്കും. ഫേസ് ഐ ഡി ഓക്കെ ആണെങ്കിൽ മാത്രം ഇതേപോലെ ഗൈഡഡ് ആക്സസിൻ്റെ സ്ക്രീൻ വരും. ഇവിടെ എൻഡ് സ്ക്രീൻ അല്ലെ റെസ്യൂം ഉള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീന് ഇതേപോലെ എൻഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ബാക്കിലേക്ക് വരാനും സൈഡ് ബട്ടണും പവർ ബട്ടണും ഏത് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പൊടിക്കൈകൾക്കും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യിച്ചോ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് സ്റ്റിൽ ടേക്ക് എ ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക് ടെക്.